ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഫ്റ്റർനൂണുള്ള എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗാണ് കാണിക്കാൻ പോകുന്നത്. ഒരു 1:30 മുതൽ 2 മണി വരെയൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കാനെടുക്കുന്ന സമയം. ആ ഒരു സമയം കഴിഞ്ഞാൽ ഒരു 3 മണി വരെ റെസ്റ്റ് എടുക്കും. ആ ഒരു സമയത്ത് രാവിലെ നമ്മൾ പഠിച്ചിട്ടൊക്കെ പേനയും ബുക്കും ഒക്കെ ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ പെറുക്കി വൃത്തിയാക്കി കുറച്ച് ചെറിയ രീതിയിൽ പെട്ടെന്നൊരു ക്ലീനൊക്കെ ചെയ്ത് കുറച്ച് നേരം ഞാൻ ബെഡിലൊക്കെ കിടന്ന് ഫോണിലൊക്കെ എന്തെങ്കിലും കണ്ടൊക്കെ കിടക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ 3 മണിയായി. അപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം മുഖമൊക്കെ ഒന്ന് നന്നായി കഴുകി അതിന് ശേഷമാണ് പഠിക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ച് നല്ല ഉറക്കം വരുന്ന സമയമൊക്കെ അല്ലേ, അപ്പം മുഖം കഴുകിയില്ലെങ്കിൽ ഒട്ടും ശരിയാകത്തില്ല അല്ലേ. സോ മുഖമൊക്കെ കഴുകി മുഖമൊക്കെ ഒന്ന് തുടച്ച ശേഷം ഞാൻ പഠിക്കാനിരിക്കുകയാണ് ചെയ്യാറ്. കണ്ടിന്യൂസ്ലി ഒരുപാട് നേരം ഞാൻ പഠിക്കാറില്ല. ഇടയ്ക്ക് ചെറിയ രീതിയിൽ ബ്രേക്കൊക്കെ എടുത്താണ് പഠിക്കാറുള്ളത്. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ പുറത്തിരുന്നല്ല പഠിക്കുന്നത്. ഇന്ന് റൂമിനകത്ത് കട്ടിലിരുന്നാണ് പഠിക്കുന്നത്. നോർമലി കട്ടിലിരുന്ന് പഠിച്ച് ഞാൻ പല ദിവസവും ഉറങ്ങാറുണ്ട്. ബട്ട് ഇന്നെന്തായാലും ഉറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ 1 മണിക്കൂർ 34 മിനിറ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാലൻസാണ് എനിക്ക് ഇനി പഠിക്കാനുള്ളത്. ടൈമർ ഇട്ട് പഠിക്കുന്നതിൻ്റെ ഗുണം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. ചില ദിവസം ഞാൻ ടൈമർ ഇട്ട് പഠിക്കാതിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ കരുതും ഞാൻ ഒരുപാട് പഠിച്ചെന്ന്. പക്ഷേ ശരിക്കും അന്ന് ഒരുപാട് സമയം പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ടൈമർ ഇട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പഠിച്ചതുപോലെ തോന്നിയാലും നമുക്ക് നോക്കുമ്പോൾ 1 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ ടൈമർ ഇട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം പഠിച്ച ശേഷം പിന്നെ കുറച്ച് നേരം പുറത്തു പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴായാലും നമ്മൾ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കുഞ്ഞു ബ്രേക്ക് വരണം. ഇതിന് നമ്മൾ ആ ഒരു ഫ്ലോയിലങ്ങ് ഇരിക്കുവാണെങ്കിൽ നമുക്കത് ആ ഒരു രീതി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ചിലപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുഞ്ഞ് ബ്രേക്ക് എടുക്കാൻ ചിലപ്പോൾ തോന്നത്തില്ല. എന്നാൽ ചില വിഷയങ്ങൾക്ക് ചില സമയം നമുക്ക് മാത്സിനായാലും തോന്നും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ബ്രേക്ക് എടുക്കുക. അതർവൈസ് നമുക്കിങ്ങനെ ആ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒഴുക്കിനൊപ്പം അങ്ങ് പഠിച്ചു പോകാം അല്ലേ. അപ്പോൾ നല്ല മഴക്കാറൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജനലിൻ്റെ സൈഡിൽ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്ത് ഈ ഒരു സൈഡിൽ പോയിരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും പഠിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ റൂമിൻ്റെ സൈഡിൽ ബാൽക്കണിയിലായിട്ട് 2 ഗസ്റ്റ് വന്നിരുന്നത്. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. 2 പ്രാവുകൾ. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാവുകളൊക്കെ വന്നിരിക്കാറുണ്ട്. പക്ഷെ പ്രാവിന് എന്തോ ഒരു രോഗം പകരുന്നത് കൊണ്ട് നമ്മൾ ഒട്ടിച്ച് വിടാറാണ് ചെയ്യാറ്. പിന്നെ മഴക്കാറൊക്കെ പെയ്തിറങ്ങാൻ തുടങ്ങി. നല്ല മഴ. കുറച്ച് നേരം അങ്ങനെ മഴയൊക്കെ കണ്ട് നിന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് പോയത്. ബാൽക്കണി ഏരിയയിൽ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു മഴ പെയ്തതുകൊണ്ട്. സോ കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്ന് പഠിക്കാൻ കരുതി. എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്തിരുന്ന് പഠിച്ചാൽ ചിലർക്കത് പറ്റുമായിരിക്കും, പക്ഷേ എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റും. ഇപ്പോൾ ഒരു 5-5:15 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 3 മണി തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയല്ലേ. അതിനിടയ്ക്ക് ഒരു ബ്രേക്കും എടുത്തു. ഇപ്പോൾ ഒരു 5:15 ആയി. അപ്പോൾ ഇനി കുറച്ച് പോർഷനും കൂടി, കുറച്ച് തോനെ പോർഷൻ ഇനി വീണ്ടും കവർ ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ബ്രേക്ക് എടുത്ത ശേഷം കവർ ചെയ്യാം. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒരു സിമ്പിൾ ടിപ്സ് എന്ന് പറയാനാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് പ്ലേസ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുക. പക്ഷെ ചിലർക്കത് പറ്റത്തില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മടി പിടിച്ചൊക്കെയാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം ചേഞ്ച് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ പൊമഡോറോ ടെക്നിക്സൊക്കെ വെച്ച് നമുക്ക് പഠിക്കാം. അതായത് ഇടയ്ക്ക് ഷോർട്ട് ബ്രേക്ക് എടുത്തെടുത്ത് അത് പക്ഷേ പ്രോപ്പറായിട്ടത് പാലിക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഈവനിങ് 5:30 ആയപ്പോൾ ഒരു കട്ടൻ ചായയും കുറച്ച് മിച്ചറുമൊക്കെ എടുത്ത് പഠിക്കായിരുന്നു. ഇങ്ങനെ കുറച്ച് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്നാക്സൊക്കെ കഴിക്കുന്നത് അൺഹെൽത്തി ആണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി സാധിക്കും. ഇങ്ങനെ സ്നാക്സ് തന്നെ ആവണമെന്നില്ല. ഫ്രൂട്ട്സോ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കി നേരത്തെ കരുതി വെച്ചാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് അത്
വെച്ച് കഴിക്കാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടി പഠിക്കാനൊരു എനർജിയൊക്കെ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു, ഒന്ന് കുളിച്ച് വന്നു. ഇനി സൺസെറ്റ് ആവാൻ സമയമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു സൂര്യ നമസ്കാരം ചെയ്യും. ഡെയിലി ചെയ്യില്ല, ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ്ലി ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു 2 വീക്കൊക്കെ ആയിട്ട് ഒരുപാട് നേരം ചെയ്യില്ല, ജസ്റ്റ് ഒരു 1-2 റൗണ്ട് ചെയ്യും. അതിന് ശേഷം ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. സൂര്യനൊക്കെ അസ്തമിച്ചു, നല്ല ഇരുട്ടാവാൻ തുടങ്ങുന്നു അല്ലേ. ഇപ്പം ശരിക്കും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പഠനത്തിൽ ചെറിയ രീതിയിൽ ഉഴപ്പിയാണ് പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ച് മോക്ക് ടെസ്റ്റൊക്കെ സ്റ്റഡിയിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലും മികച്ച വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.